ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ചാപ്റ്റർ കഴിഞ്ഞു. ഇത് വേറൊരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള അഡീഷണൽ സമ്മാണ്. എ സർട്ടൺ ടൈപ്പ് ഓഫ് ഫുഡ് ആൻഡ് ബീം ഹാസ് എ മീൻ ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഓഫ് 1500 kg ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 100 kg. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. ദ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ഓൾ സച്ച് ബീംസ് ഹൂസ് ബ്രേക്കിംഗ് സ്ട്രെങ്ത് ലൈക്ക് ബിറ്റ്വീൻ 1450 1600. നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രാഫ് വരയ്ക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഗ്രാഫ് തന്നില്ലെങ്കിലും ചിത്രം വരയ്ക്കുക, നോർമൽ കർവ് വരയ്ക്കുക, 1500 നടുവിൽ വരയ്ക്കുക, 450 എപ്പുറത്താണ് വരിക? നമ്മുടെ കർവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 450ഉം 600 വരിക റൈറ്റ് സൈഡിലും. അത് രണ്ടുമാണ് ഷെയ്ഡഡ് പോർഷൻ. അപ്പോൾ 1450 വെച്ചിട്ട് നമ്മുടെ ഫോർമുലയിൽ, അതാണ് എക്സ്, ആ ഫോർമുലയിൽ സെഡ് വാല്യൂ കണ്ടുപിടിക്കുക, -0.5 കിട്ടും. ഇനി 1600 വെച്ചിട്ട്, അതാണ് നമ്മുടെ എക്സ് എങ്കിൽ സെഡ് എത്രയായിരിക്കും? 1 ആയിരിക്കും സെഡ് വാല്യൂ. രണ്ടിൻ്റെയും ടേബിൾ വാല്യൂ കാണുക, അത് രണ്ടും ആഡ് ചെയ്യുക. കാരണം ഷെയ്ഡഡ് പോർഷൻ നടുവിലാണ്. അപ്പോൾ രണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, assume the mean height of children to be 68.22 cm with variance of 10.8. How many children in a school of 1000 would you expect to be over 72 cm and tall? 72ഉം അതിനും കൂടുതലും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ മീൻ 68.22 എന്നറിയാം. വേരിയൻസ് ആണ് തന്നേക്കുന്നത് 10.8. അപ്പോൾ റൂട്ട് 10.8 നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റൂട്ട് 10.8 ഇട്ടാൽ മതി. ഇനി 72ലും മേലെയാണ്. അപ്പോൾ 72 ഗ്രാഫിൻ്റെ ഏത് സൈഡിൽ വരിക? റൈറ്റ് എൻഡിൽ വരിക. 68 നടുവിൽ മീൻ പോയിൻ്റ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് 72 വരും. 72 അപ്പുറത്താണ് ഷെയ്ഡഡ് പോർഷൻ വരിക. അപ്പോൾ നമ്മൾ 72 എക്സ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കണം? സെഡ് വാല്യൂ കണ്ടുപിടിക്കണം. 1.15 കിട്ടും. എന്നിട്ട് 1.15ൻ്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? 0.5 നിന്ന് നിങ്ങളത് ലെസ് ചെയ്യണം. അത് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അത് ഫുൾ ആൻസർ ഇതിനകത്തില്ല. അപ്പോൾ നിങ്ങളത് ചെയ്താൽ മതി. 84. ലൈഫ് ടൈം ഓഫ് എ സർട്ടൺ കൈൻഡ് ഓഫ് ബാറ്ററി ഹാസ് മീൻ 300, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 35. Assuming that distribution of lifetime which are measured to be the nearest hour is normal, find the percentage of batteries which have lifetime more than 370. മീൻ 300 ആണ്. 370നും കൂടുതൽ ലൈഫ് ഉണ്ടാവാൻ വാട്ട് പെർസെൻറ്റേജ്? അപ്പോൾ ആൻസറിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റണം എന്നർത്ഥം. അപ്പോൾ മീൻ എക്സ് 300 ആണ്. 370 റൈറ്റ് സൈഡിലാണ് വരിക. അതിൻ്റെ അപ്പുറത്തേക്ക് മോർ ദാൻ 370 കാരണം റൈറ്റ് എൻഡിലേക്കാണ് ഷെയ്ഡഡ് പോർഷൻ വരിക. എക്സ് 370 എന്നിട്ടിട്ട് എന്ത് കാണണം? സെഡ് വെച്ചിട്ട് ഫോർമുല ചെയ്യുക. സെഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സെഡ് 2 എന്ന് കിട്ടും. 2ൻ്റെ ടേബിൾ വാല്യൂ കാണാം. 0 മുതൽ 2 വരെയുള്ള വാല്യൂ 0.4772 ആണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ഭാഗം എത്രയായിരിക്കും? 0.5 മൈനസ് 0.4772. അതായത് ഷെയ്ഡഡ് പോർഷൻ 0.0228 ആണ് ഷെയ്ഡ് കിട്ടുക. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് ആവും 2.28. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ടു ദ ലെഫ്റ്റ് ഓഫ് സെഡ് ഈക്വൽ ടു 1.90. 1.90 എന്നുള്ള സെഡിൻ്റെ ലെഫ്റ്റിലേക്ക് എത്ര ഏരിയ ഉണ്ടെന്ന്. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ടു ദ റൈറ്റ് ഓഫ് സെഡ്. സെഡ് 0.25 ആണെങ്കിൽ അതിൻ്റെ റൈറ്റിലേക്ക് എത്ര ഏരിയ ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ചിത്രം നോർമൽ കർവ് വരയ്ക്കുക. സെഡ് പോസിറ്റീവ് വാല്യൂ ആണ് 1.90. അപ്പോൾ 0ൻ്റെ റൈറ്റ് സൈഡിലാണ് വരിക. 1.90 ആ ഗ്രാഫിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, ഏതാ ഷെയ്ഡഡ് പോർഷൻ? 1.90ൻ്റെ ലെഫ്റ്റ് സൈഡ് മുഴുവനും ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ നമുക്കൊരു എളുപ്പ വഴിയിൽ എന്താ വെച്ചാൽ, ആ തുടക്കം മുതൽ 0 വരെ 0.5 ആണ്. ഒരു സൈഡ് ഫുള്ള് 0.5 ആണ് നമുക്കറിയാം. അത് നമുക്കറിയാം, നമ്മളവിടെ എഴുതി വെച്ചു. അതിന് ശേഷം 0 മുതൽ 1.90 വരെ എത്രയാണ് നമ്മുടെ ഏരിയ? നമ്മൾ ടേബിളിൽ നോക്കിയാൽ മതി. 1.90ൻ്റെ ടേബിളിൽ വെയിൽ നോക്കുമ്പോൾ 0.4713 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 0.5 പ്ലസ് 0.4713 ചെയ്താൽ 0.9713 ആണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ. ഇനി രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ഓഫ് സെഡ്. സെഡിൻ്റെ അപ്പുറത്തേക്കുള്ളതാണ് എത്രയെന്ന് അറിയേണ്ടത്. സെഡിൻ്റെ വാല്യൂ 0.25 ആണ്. നമ്മൾ ടേബിളിൽ എന്ത് ചെയ്യുക? 0 മുതൽ 0.25 വരെ എത്രയാണ് ഏരിയ നോക്കുക. 0.25ൻ്റെ ടേബിൾ വാല്യൂ നോക്കുക ടേബിളിൽ കേട്ടോ. 0.25ൻ്റെ ടേബിൾ വാല്യൂ നോക്കുമ്പോൾ 0.0987 എന്ന് കിട്ടും.
അപ്പോൾ അത് എന്ത് ചെയ്താൽ മതി, 0.5 0.0987 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലത്തെ മുഴുവൻ ഏരിയയും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1000 ലൈറ്റ് ബൾബ്സ് വിത്ത് എ മീൻ ലൈഫ്. പല കുട്ടികളും പറയേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്നുള്ളത്. ഇതിൻ്റെ ഈ യൂട്യൂബ് വീഡിയോൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് അതിൻ്റെ റെസൊല്യൂഷൻ കൂട്ടിയിട്ടാലാണ് ക്വാളിറ്റി ക്ലിയർ ആവുക. നിങ്ങൾ നിങ്ങളുടെ വേറെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സീനിയേഴ്സിൻ്റെ അടുത്തോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് കേട്ടോ. അങ്ങനെ ഇത് കൂട്ടിയിട്ടാൽ മതി, ക്വാളിറ്റി കൂട്ടിയിട്ടാൽ മതി. 1000 ലൈറ്റ് ബൾബ് വിത്ത് എ മീൻ ലൈഫ് ഓഫ് 120 days ആർ ഇൻസ്റ്റാൾഡ് ഇൻ എ ന്യൂ ഫാക്ടറി. Their length of life is normally distributed with standard deviation of 20 days. 1000 ബൾബിൻ്റെ മീൻ ലൈഫ് 120 ദിവസമാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20 ആണ്. ഹൗ മെനി ബൾബ് വിൽ എക്സ്പയർ ഇൻ ലെസ് ദാൻ 90 days? 90 ദിവസം ആകുമ്പോഴേക്കും എക്സ്പയർ ആവണ എത്ര ബൾബ് ഉണ്ട്? ഇഫ് ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു റീപ്ലേസ് ഓൾ ബൾബ്, എല്ലാ ബൾബും മാറ്റാൻ തീരുമാനിച്ചാൽ വാട്ട് ഇൻ്റർവെൽ ഷുഡ് ബി അലൗഡ് ബിറ്റ്വീൻ റീപ്ലേസ്മെൻറ്റ്? ഇഫ് നോട്ട് മോർ ദാൻ 10% ഷുഡ് എക്സ്പയർ ബിഫോർ റീപ്ലേസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് മുമ്പ് 10% എക്സ്പയർ ആവാൻ എത്ര ചാൻസ് ഉണ്ട്? അപ്പോൾ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. 120 അതിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20 തന്നിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം 90 വരെ ആവാനുള്ള ചാൻസാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ബൾബ്സ് വിൽ എക്സ്പയർ ഇൻ ലെസ് ദാൻ 90? 90യുടെ മുമ്പ് എക്സ്പയർ ആവുന്ന ചാൻസ് ആണ്. നമുക്കൊന്നുകൂടി ഈ പ്രോബ്ലം നോക്കാം. 1000 ബൾബിൻ്റെ മീൻ ലൈഫ് 120 days ആണ്. അതിൻ്റെ നോർമൽ മീൻ 120 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20 അങ്ങനെയാണെങ്കിൽ എത്ര ലെസ് ദാൻ 90 days ആണ് ഫസ്റ്റ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം 10 നോട്ട് മോർ ദാൻ 10% വുഡ് എക്സ്പയർ ബിഫോർ റീപ്ലേസ്മെൻറ്റ്. 10% കൂടുതൽ എക്സ്പയർ ആവില്ല റീപ്ലേസ്മെൻറ്റ് മുമ്പിൽ. അങ്ങനെയാണ് ചോദ്യം. അപ്പോൾ നമുക്ക് 90 വെച്ച് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 90 നമ്മുടെ എക്സ് ആകുമ്പോൾ നമ്മളെങ്ങനെ സെഡ് ചെയ്യുക? സെഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എക്സ് എന്ന് പറഞ്ഞാൽ 90 90 മൈനസ് 120/20 മൈനസ് 1.5. നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ വരിക ലെഫ്റ്റ് എൻഡിലേക്കാണ്. അപ്പോൾ നമുക്ക് മൈനസ് 1.5 കിട്ടും. മൈനസ് 1.5ൻ്റെ ടേബിളിലുള്ള വാല്യൂ എന്ന് പറയണത്, ടേബിളിലൊരു വാല്യൂ കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 0.5 ലെസ് ചെയ്യണം അല്ലേ? 1.5 വരെയുള്ള വാല്യൂ ആണ് നമുക്ക് 0 മുതൽ 1.5 ഉള്ള വാല്യൂ കിട്ടും. അത് 0.5 ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0.0668 എന്ന് കിട്ടുക. അത് 1000-ൽ എത്ര ബൾബ് ചോദിക്കുമ്പോഴാണ് നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 66.8. അടുത്തത് സിൻസ് നോട്ട് മോർ ദാൻ 10% എക്സ്പയർ ബിഫോർ റീപ്ലേസ്മെൻറ്റ്, സോ ദ വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയറ്റ് സെറ്റ് ടു എൻ ഏരിയ ഓഫ്. ഈ 10% എന്ന് പറയുന്നത് ഏരിയയാണ്. നമ്മുടെ 10%-ൽ കൂടുതൽ എക്സ്പയർ ആവില്ല എന്നാണ് പറയണത്. അപ്പോൾ 0.1 എന്നുള്ളത് നമ്മുടെ ഏരിയയാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. ലെഫ്റ്റ് സൈഡിൽ 0.1 അതാണ് നമ്മുടെ തുടക്കം. അപ്പോൾ 0.5 0.1 ലെസ് ചെയ്യുമ്പോഴാണ് 0.4 എന്നുള്ള സെഡ് വാല്യൂ നമുക്ക് കിട്ടുക. സെഡ് വാല്യൂല ഏരിയ കിട്ടുക. 0.4 എന്താണ്? നമ്മുടെ ഏരിയയാണ്. ആ ഏരിയയുടെ കറസ്പോണ്ടിങ് സെഡാണ്. അതായത് ടേബിളിൻ്റെ ഉള്ളിലുള്ള വാല്യൂ, ടേബിളിൻ്റെ ഉള്ളിൽ നിറയെ വാല്യൂസ് ഉണ്ടല്ലോ, അവിടെ 0.4 ഏതാ നോക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് സെഡ് ആ ഫസ്റ്റുള്ള ലൈനിലുണ്ടല്ലോ, ടേബിളിൻ്റെ സെഡ് എന്നുള്ള ലൈനിൽ, അതിൽ ഏതിലാണ് ഈ 0.4 വരുന്നത് നോക്കുക. ടേബിളിൻ്റെ ഉള്ളിൽ 0.4ഉം അതിൻ്റെ കറസ്പോണ്ടിങ് സെഡ് കണ്ടുപിടിക്കും. അപ്പോൾ 1.28 എന്നുള്ള സ്ഥലത്താണ് 0.4 എന്നുള്ള ഏരിയ കാണാം. അപ്പോൾ ആ 1.28ൻ്റെ പ്രത്യേകത എന്താ? അത് മൈനസ് വാല്യൂ ആണ്, മൈനസ് 1.8 ആണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് അതായത് സെഡ് ഈസ് ഈക്വൽ ടു, അതായത് സെഡ് എന്ന് പറഞ്ഞാൽ മൈനസ് 1.28 മൈനസ് 1.8 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 120/20. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ എക്സ് 94 days എന്ന് കിട്ടും. ഇതുപോലത്തെ പ്രോബ്ലം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഏരിയ തന്നിട്ടുള്ള പ്രോബ്ലം. ഇനി ഇൻ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ 31% ഓഫ് ദ ഐറ്റംസ് ആർ അണ്ടർ 45, 8% ആർ ഓവർ 64. ഫൈൻഡ് ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. 31% ലെസ്സാണ്
എന്തിന് 45 താഴെ, 8% 64 മേലെയാണ്. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കണം. 31% എന്ന് പറഞ്ഞാൽ ആ ഷെയ്ഡ് ചെയ്ത പോർഷനാണ് 0.31, റൈറ്റ് സൈഡിൽ ഷെയ്ഡ് ചെയ്ത് 0.08. അപ്പോൾ 0.5 0.31 ലെസ് ചെയ്യുക. അതുപോലെ അപ്പുറത്തെ സൈഡിലും 0.5 0.08 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ രണ്ടും 0.19 0.42 കിട്ടും. ഇനി 0.19 0.42 സെഡാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. 0.42 സെഡ് വാല്യൂ 1.405, 0.19 സെഡ് വാല്യൂ 0.496. പക്ഷേ അതിന് എന്തുണ്ടാവും? മൈനസ് ഉണ്ടാവും. അത് ലെഫ്റ്റ് സൈഡിലായ കാരണം. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്കറിയാം. ഒന്ന് 45 മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് 0.496. വേറൊരു ഇക്വേഷൻ 64 മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 1.405 എന്നും. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടും. അടുത്ത ചോദ്യം, ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ 5% are under 60 cm in height, 40% are between 60 to 65. Assuming normal distribution, find mean height and standard deviation. ഇവിടെ നമുക്ക് ഒരൊറ്റ ഗ്രാഫിൽ തന്നെ രണ്ടും വരച്ച് നോക്കി നോക്കാം. തന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5% കുട്ടികളും 60-ലും താഴെയാണ്. അപ്പോൾ എക്സ് 60 ആണെങ്കിൽ അതിലും താഴെയുള്ള ഏരിയ എത്രയാണ്? 0.05. ആ ഗ്രാഫിൻ്റെ ലെഫ്റ്റ് എൻഡിലുള്ളത്. പിന്നെ പറഞ്ഞേക്കുന്നത് ആ 60 മുതൽ 65 വരെയുള്ള കുട്ടികൾ 40% അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് എന്തറിയില്ല? മീൻ എത്രയാണെന്ന് അറിയില്ല. മീനും കണ്ടുപിടിക്കണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കണം. അതിന് നമുക്ക് 60%-ലും കുറവുള്ളത് 5% പറഞ്ഞാൽ 0.05. അവിടെ മാർക്ക് ചെയ്തതിൻ്റെ 0.05. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഓക്കെ, ഇനി 0 മുതൽ എക്സ് സെഡ് 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഏത് വാല്യൂ 0 ആയിട്ട് എടുക്കാറ്? നമ്മുടെ മീൻ ആയിട്ടാണ് 0 എടുക്കാറ് അല്ലേ? 0യും എക്സ് 60ൻ്റെ ഇടയിൽ എത്ര വാല്യൂ ഉണ്ടാവും? 0.5 എന്ന്. അതായത് നമുക്കിപ്പോൾ മനസ്സിലായി 60-ലും താഴെ 0.05 ആണെന്ന്. അപ്പോൾ അതുവരെയുള്ള വാല്യൂ എത്രയാണ്? 0.5 0.05 മൈനസ് ചെയ്യുക. മൊത്തത്തിൽ 0.45 ആണ്. ഈ 60 ആ താഴെ ഗ്രാഫിൻ്റെ താഴെ എക്സ് ഈക്വൽ ടു 60 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അവിടെ മുതൽ എക്സ് വരെയുള്ള വാല്യൂ 0.45 ആണ്. ആ 0.45-ൽ ഒരു കാര്യം കൂടി നമുക്കറിയാം. എന്താണ്? ഒരു പോയിൻ്റ് വരെ 60-ൻ്റെയും 65-ൻ്റെ ഇടയിൽ 40%. അപ്പോൾ ലൈൻ വെറുതെ ലൈൻ വരച്ചത് 40% ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് ആ ഗ്രാഫിൽ ഒരു ഷെയ്ഡൊന്നും ഇല്ലാത്ത ഒരു പോർഷൻ ഉണ്ട്. അതെത്രയാണ്? അതിനി അതും കൂടി കൂട്ടുമ്പോൾ ആണ് 0.05 കൂടി വരണം. നല്ല മൊത്തം 5 ആവുള്ളൂ. നമുക്ക് ടോട്ടൽ 0.5 വരണം. അതിൽ കുറച്ച് ഭാഗം 0.05 ആണെന്നറിയാം, കുറച്ച് ഭാഗം 0.40 ആണ് എന്നറിയാം. അപ്പോൾ ഇപ്പോൾ 0.45 ആയിട്ടുള്ളൂ. ഇനി 0.05 കൂടി ബാക്കിയുണ്ട്. അതാണ് ആ ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സെഡ് ഈസ് ഈക്വൽ ടു 60 മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് എന്ത്? നമ്മുടെ മൊത്തത്തിലുള്ള 0.45. അതാണ് 0.5 എന്ന് 0.05 മൊത്തത്തിൽ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 0.45 ആണ് ആ സെഡ് വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം അറിയാം. മൈനസ് ഈ 0.45-ൻ്റെ സെഡ് കറസ്പോണ്ടിങ് സെഡ് എത്രയാണ് ടേബിൾ നോക്കി കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ സെഡാണ് 1.64. ആ 1.64-ന് എന്ത് വേണം? മൈനസ് വേണം, ലെഫ്റ്റ് സൈഡായി കാരണം. അപ്പോൾ സെഡ് ഈക്വൽ ടു മൈനസ് 1.64 ഈക്വൽ ടു 60 മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമുക്ക് ഒരു ഫോർമുലയും കൂടിയും കിട്ടി അല്ലേ? ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 60 മൈനസ് മ്യൂ ഈസ് ഈക്വൽ ടു മൈനസ് 1.64 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി 60-ൻ്റെയും 65-ൻ്റെ ഇടയിൽ എത്ര കുട്ടികളുണ്ട്? 40% കുട്ടികളുണ്ട്. അപ്പോൾ ഏരിയ ബിറ്റ്വീൻ 0 ആൻഡ് 65. ഇപ്പോൾ നമ്മൾ 60 ഗ്രാഫിൽ മാർക്ക് ചെയ്തേക്കുന്നത്. കുറച്ചും കൂടി ആ ഷെയ്ഡഡ് പോർഷൻ നീങ്ങി കഴിഞ്ഞാലത്തെ വാല്യൂ എക്സ് ഈക്വൽ ടു 65 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 65-ൻ്റെയും എക്സിൻ്റെ ഇടയിൽ എത്ര വാല്യൂ ഉണ്ട്? 0.5 ഉള്ളത്. അത് നമുക്കറിയാം അല്ലേ? കാരണം 40 ഇവിടെ വന്നു, അതിൻ്റെ തൊട്ട് മുമ്പ് 0.05 വന്നു. 0.05-ഉം 40-ഉം കൂട്ടുമ്പോൾ 0.40-യും കൂട്ടുമ്പോൾ 0.45 + ഒരു 0.5 കൂടിയും കൂട്ടിയാലാണ് അത് എത്രയാവുള്ളൂ? 5 ആവുള്ളൂ.
അപ്പോൾ സെഡ് ഈക്വൽ ടു 65 മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതെന്താണ് 0.5 ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുമ്പോൾ, രണ്ട് ഇക്വേഷൻ കിട്ടിയാൽ മതി നമുക്ക്. ആ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ, കാരണം രണ്ട് ഷെയ്ഡഡ് പോർഷനൊക്കെ വന്ന കാരണം. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ പ്രത്യേകം മാർക്ക് ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞു തരുന്ന ഏതൊരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളൊരു സ്കെച്ച് പെന്നുകൊണ്ടോ ഒരു ഡിഫറെൻറ്റ് കളർ പെന്നുകൊണ്ട് മാർക്ക് ചെയ്യുക. 8-ാം തീയതി മുതൽ നിങ്ങൾ വരുമ്പോൾ ആ സംശയങ്ങളൊക്കെ ചോദിച്ചാൽ അതെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം എന്നിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പ്രത്യേകം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ പലരും പറയുന്നുണ്ട് ഇത് അത്ര ശരിക്കും കാണുന്നില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ആ യൂട്യൂബിൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ആ 3 ഡോട്ട് ഉണ്ടാവും മുകളിൽ, അത് പോയിട്ട് അതിൻ്റെ ക്വാളിറ്റി കൂട്ടിയിട്ട് കഴിഞ്ഞാലാണ്, റെസൊല്യൂഷൻ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കാണാം.